ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിന് മോശം തുടക്കമാണ് ഇത്തവണ ലഭിച്ചിട്ടുള്ളത്. 8 മത്സരങ്ങൾ കളിച്ചിട്ട് 2 മത്സരങ്ങളിൽ മാത്രമാണ് വിജയിച്ചിട്ടുള്ളത്. 8 പോയിൻറ്റുകൾ മാത്രമുള്ള ബ്ലാസ്റ്റേഴ്സ് പോയിൻ്റ് പട്ടികയിൽ 10ാം സ്ഥാനത്താണ്. ഹാട്രിക് തോൽവി ബ്ലാസ്റ്റേഴ്സിന് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. കൊച്ചിയിൽ പോലും പരാജയപ്പെടുന്നു എന്നത് ആരാധകരെ വളരെയധികം ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. വലിയ മാറ്റങ്ങളോട് കൂടിയാണ് ബ്ലാസ്റ്റേഴ്സ് ഇത്തവണത്തെ സീസണിൽ എത്തിയത്. മുഖ്യ പരിശീലകനായിക്കൊണ്ട് സ്റ്റാറെ എത്തി. അദ്ദേഹത്തിന് കീഴിൽ വേറെയും സഹപരിശീലകർ എത്തി. വിദേശ താരങ്ങളിലും പലരും പുതിയ താരങ്ങളായിരുന്നു. പക്ഷേ അതൊന്നും ഇതുവരെ ബ്ലാസ്റ്റേഴ്സിന് ഗുണം ചെയ്തിട്ടില്ല. പരിതാപകരമായ പ്രകടനം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് നടത്തുന്നത്. എന്നാൽ ഏറെ കാലം ക്ലബിന് ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല. പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സ്റ്റാറയ്ക്ക് ഇനിയുള്ള കുറച്ച് മത്സരങ്ങൾ വളരെ നിർണായകമാണ്. ഈ മാസത്തിൻ്റെ അവസാനത്തിൽ 2 ഹോം മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നുണ്ട്. ചെന്നൈ FC, ഗോവ എന്നിവരാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ. ഈ 2 മത്സരങ്ങളിലും അനുകൂലമായ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ സ്റ്റാറയുടെ ഭാവി തുലാസിലാകും. ഡിസംബർ മാസമാണ് ഈ പരിശീലകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകം. മോഹൻ ബഗാൻ ഉൾപ്പെടെയുള്ള എതിരാളികളെ ഡിസംബറിൽ നേരിടേണ്ടി വരുന്നുണ്ട്. ഡിസംബർ മാസത്തിലെ മത്സരങ്ങളിലും അനുകൂലമായ റിസൾട്ടുകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ സ്റ്റാറയെ പുറത്താക്കിയേക്കും എന്നാണ് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുന്നത്. അതായത് ഈ മോശം പ്രകടനം ഇനി തുടരാൻ കഴിയില്ല. കാര്യങ്ങൾ മെച്ചപ്പെട്ടില്ലെങ്കിൽ ക്ലബ്ബ് മാനേജ്മെൻറ്റ് ഈ പരിശീലകനെ അധികം വെച്ച് പൊറുപ്പിക്കില്ല എന്നത് തന്നെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഈ വീഡിയോ ഇവിടെ പൂർത്തിയാകുന്നു. പുതിയൊരു വീഡിയോയുമായി ബ്ലാസ്റ്റേഴ്സ് അരീന വീണ്ടും എത്താം.